വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സർട്ടൻ പേപ്പർ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സ്വീറ്റ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ? മധുരം നമ്മളൊരു ഫുഡ് കഴിച്ചാൽ പോലും അതിനുശേഷം എല്ലാവർക്കും ഒരു ശക്കലും മധുരം കഴിക്കാൻ ഇഷ്ടമാണ്. ഇന്ന് നമ്മളൊരു സൂപ്പർ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള മാത്രം നമ്മുടെ ഇപ്പം തന്നെ കിച്ചണിലോട്ട് ചെന്നാൽ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഈ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ സ്വീറ്റ്സ് ഇതുണ്ടാക്കാൻ ഒട്ടുമേ സമയം വേണ്ട. ഒരു 5 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ സംഭവം റെഡിയാണ്. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ കഴിക്കാനും റെഡി ആയിരിക്കും. അപ്പൊ എന്തായാലും ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കണ്ടത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് 1 കപ്പ് ഷുഗർ. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കേട്ടോ. നിങ്ങൾക്ക് ഇനി നാരങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവനെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഇതിനെ നമ്മൾ ഒരു 5-8 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടിയിലൊന്നും പിടിക്കരുത്. നമ്മൾ ഇളക്കി കൊടുക്കണം. നോക്കിക്കേ, ഇത് തിളച്ച് വരുന്ന കണ്ടോ, പതഞ്ഞ് വരുന്നത്. നമ്മൾ വാക്സ് ഉണ്ടാക്കുന്ന അറിയത്തില്ലേ, നമ്മുടെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വാക്സ് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ എന്തായാലും അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. നമ്മുടെ ശ്രദ്ധ കളയണ്ട. ഒരു 5-8 മിനിറ്റ് തിളയ്ക്കണം ലോ ഫ്ലെയിമിൽ കേട്ടോ. ഇത് തിക്കായി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നോക്കിയിരുന്നോണ്ട് നിങ്ങൾ ഏത് രീതിയിലാണ് ഫ്ലെയിം ഇടുന്നതെന്ന് അറിയത്തില്ല. ഒരു 5-8 മിനിറ്റ് അതിനപ്പുറം നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് അറിയാം ഇത് തിക്കായിട്ട് വരുന്നൊരവസ്ഥ. ഇതിൻ്റെ പാകം ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നോക്കിയാൽ ഇതിപ്പം ഏകദേശം ആയി കണ്ടോ. ഇത് നന്നായിട്ട് പതഞ്ഞു. ഇത് നമ്മൾ കയ്യിൽ എടുക്കുമ്പോഴത്തെ അവസ്ഥ കാണിക്കാൻ, കൈ പൊള്ളിക്കില്ല. ഇത് കണ്ടതേ നന്നായിട്ട് ഇങ്ങനെ വരുന്നൊരവസ്ഥ കണ്ടോ, നൂല് പോലെ വരുന്നൊരവസ്ഥ. ആ അവസ്ഥയാകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് കോൺഫ്ലവർ ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനെ നമ്മളൊന്ന് കുറുക്കിയെടുക്കാൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ കോൺഫ്ലവർ നമ്മൾ ഇതുപോലെ ഫ്ലെയിം ഒക്കെ വെച്ച് തിളപ്പിച്ച് കൊടുക്കുമ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. ഇത് നല്ലതായിട്ട് അങ്ങോട്ട് കുറുകി വരും. തിളച്ചൊരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മളെ സംഭവം റെഡിയാവും കേട്ടോ. എന്തായാലും നിങ്ങൾ നോക്കിക്കോ, ഇത് റെഡിയായി വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒരു 3 മിനിറ്റ് തന്നെ മിച്ചം. അപ്പം തന്നെ ഇത് റെഡിയാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിറപ്പില്ലേ, അത് നമുക്ക് കുറച്ച് വീതം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് അലിയിച്ചെടുക്കാം കണ്ടോ. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞു വരും. ഇത് കണ്ടോ, അതെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. യെല്ലോ കളറോ ഓറഞ്ച് കളറോ റെഡ് കളറോ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്, കടും ഓറഞ്ച് കളർ കേട്ടോ. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടുമേ വെയിറ്റ് ചെയ്യല്ലേ, നമുക്കൊരു ട്രേയിലേക്ക് അല്ലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവനായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഇനി നമുക്കത് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഒരു 2-3 മണിക്കൂറെങ്കിലും ക്ഷമ കാണിക്കണം. അതിനുശേഷം നമുക്കിതിനെ എന്താണ് ചെയ്യുന്നത്, സ്വീറ്റ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്ത് ഇപ്പൊ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് നല്ല സെറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതാ ഞാൻ ഇതിനെ ജസ്റ്റ് ഇതേ ഇങ്ങനെ മുറിക്കുവാണ്. നോക്കിക്കേ, നമുക്ക് നല്ല സുന്ദരമായിട്ട് കിട്ടിയേക്കുന്ന നിങ്ങൾ കണ്ടോ. ഇതിന് ഇനിയിപ്പോ നമ്മള് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണിത്. ഇതിനെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടൊന്ന് മുക്കി പൊക്കി എടുക്കും. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. സംഭവം കിടുക്കനാണ്. ഇപ്പൊ ബാക്കിയുള്ള എല്ലാരും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതെന്നെ രസമല്ലേ, ജെല്ലി പോലെ ഇരിക്കുന്നത്. നല്ല രസമാണ്. കഴിക്കുമ്പോ എങ്ങനെ വരും നിങ്ങൾ കണ്ടോ. സുരേഷിനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നമ്മുടെ ഹൽവയൊക്കെ പോലെ ഇരിക്കുന്നു ഇപ്പോൾ.
കണ്ടല്ലോ നമ്മുടെ സംഭവം എന്ത് എളുപ്പമായിരുന്നു നോക്കി ഉണ്ടാക്കാനും. ഭയങ്കര ഫാസ്റ്റ് ചെയ്യുന്നതാണ്. കണ്ടാൽ എന്നാ കിടുക്കാച്ചിയായിട്ട് ഇരിക്കുന്നേ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സുരേഷിനെ വിളിക്കാം. സുരേഷ് വന്ന് കഴിക്കട്ടെ. സുരേഷ് വന്ന് കഴിച്ചാലേ നമുക്ക് ഇതിന് ക്ലാരിറ്റി അറിയത്തുള്ളൂ. വന്നതേ ഞാൻ പറയുന്നതിന് മുന്നേ എടുത്ത് കഴിക്കുക. കാരണം ഇന്നലത്തെ പണി കിട്ടിയിട്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നെടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് തരാതെ എന്താണ് ഞങ്ങൾക്ക് ആഘോഷം? നമ്മുടെ എല്ലാവർക്കും വേണ്ടി കേട്ടോ. നമ്മുടെ ഹൽവ ഒക്കെ കഴിക്കുന്ന പോലെ തോന്നുന്നു. ഹൽവയുടെ അത്രയും കട്ടിയില്ല, പക്ഷെ അത് കൂട്ടരുതാണ്. പിന്നെയും കോക്കനട്ട് വരുമ്പോഴത്തേക്കും സൂപ്പറാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഉണക്കമുന്തിരിയോ നട്ട്സോ അകത്ത് വെക്കാൻ പറ്റുമോ? പിന്നെ ടെക്സ്ചർ മാറിപ്പോകത്തില്ല. വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഒരു പ്രശ്നമില്ല. അല്ലെ ചെറുതായിട്ട് നട്ട്സ് എന്തെങ്കിലും ഒന്ന് പൊടിച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട്. ഇതിനകത്ത് കടിക്കാനൊന്നും ഇല്ലാന്നൊരു പരിഭവം എനിക്കുണ്ടോ? അങ്ങനെ കടിക്കാനോട് കിട്ടണോ? നല്ലതായിരിക്കും. അപ്പത്തെ പട്ടിയും കൂടെ വിളിച്ചാലോ? അപ്പൊ നമുക്ക് ഇതുപോലെ നട്ട്സ് വേണമെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ആ മിക്സിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടതിന് ശേഷം നമ്മള്, കാരണം ഇത് ആൾക്കാരൊക്കെ നമുക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കൊടുത്താൽ അവര് ഈ സാധനം എവിടുന്ന് മേടിച്ചു എന്ന് ചോദിക്കും. അതന്നെ ഹൽവ എന്ന് പറഞ്ഞ ആദ്യം ഒരു കടി കഴിക്കും. പക്ഷെ ഭയങ്കര ഈസി ഉണ്ടാക്കാനോ ഒന്നും ചെയ്യാനില്ല, ഭയങ്കര ഫാസ്റ്റ് ആണ്. നമ്മൾ ആ സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട്, നമ്മൾ പാത്രത്തിൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും മുകളിൽ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും തന്നെ ട്രൈ ചെയ്യാനെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനോ അതിലും ഭയങ്കര എളുപ്പമാണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റ് ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് നാളെ തന്നെ കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.